കൊല്ലം കടമാൻപാറ തോട്ടത്തിൽ നിന്ന് 5 ചന്ദനമരങ്ങൾ മോഷണം പോയി. 15 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് മോഷ്ടിച്ചത്. ഡോസ് കോഡിനെ അടക്കം എത്തിച്ച് വനം വകുപ്പ് പരിശോധന തുടരുകയാണ്. കൊല്ലം ജില്ലയിലെ സ്വാഭാവിക ചന്ദനത്തോട്ടമാണ് കടമാൻപാറയിലേത്. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും ഒരു ചന്ദനമരത്തിന്റെ ഭാഗങ്ങളും നിരീക്ഷണ ക്യാമറയും കവർന്നിരുന്നു. അതിന് പിന്നാലെ വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന ശക്തമാക്കിയിരുന്നു. അതിനിടെയാണ് വീണ്ടും മോഷണം നടന്നത്. 15 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് മോഷ്ടിച്ചത്. മരങ്ങൾ മോഷ്ടിച്ച ശേഷം മൂടുഭാഗം മണ്ണിട്ട് മൂടിയിരുന്നു. മരം മുറിച്ചത് മനസ്സിലാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലീഡുകളുണ്ട്. അതിപ്പം നിലവിൽ ഇപ്പം നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ പോലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അത് ഉടൻ തന്നെ പ്രതികളെ പിടികൂടുന്നുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതാണ് ഇപ്പം ഇന്നിപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് നമ്മൾ ഈ ചന്ദനവുമായി ബന്ധപ്പെട്ട് ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഡോഗ് സ്ക്വാഡിൻ്റെയും കൂടെ സഹായത്തോടു കൂടി ഇപ്പോൾ നിലവിൽ അത് അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും കൂടുതൽ തെളിവുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടമാൻപാറയിൽ നിന്നും വേഗത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചന്ദനക്കള്ളന്മാരാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ്. ചന്ദനമോഷണ കേസിൽ നേരത്തെ പിടിയിലായവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.